വി ടി ബൽറാം തന്നെ ടെലിഫോൺ ലൈൻ ചേരുന്നു. ബൽറാം, ശശി തരൂർ പറഞ്ഞത് താഴെത്തട്ടിൽ ഇനിയും പ്രചരണം സജീവമാകണം എന്നാണ്. പാർട്ടി പ്രവർത്തകർക്ക് ഊർജം വരാനുണ്ട്. തിരുവനന്തപുരം ഏറെ നിർണായകമായ ഒരു മണ്ഡലമാണ്. രാജീവ് ചന്ദ്രശേഖരനോട് നേരിട്ട് പോരാട്ടം നടത്തുന്നു. അവിടെ അത്തരത്തിലൊരു ഊർജക്കുറവുണ്ടോ പ്രവർത്തകർക്ക്? അല്ല, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇത്രയധികം സമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ ശേഷം ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനിയും ഏതാണ്ട് ഒരു മാസത്തോളം സമയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല സാഹചര്യങ്ങളുണ്ട്, ഭൗതിക സാഹചര്യങ്ങളുണ്ട്. കാരണം വലിയ ചൂടാണ്, പല സ്ഥലങ്ങളിലും നോമ്പിന്റെ വിഷയമുണ്ട്. പിന്നെ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ആയിട്ടുള്ള മറ്റു തിരക്കുകളുണ്ട്. ഇനി വിഷുവിന്റെ ഒരു തിരക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ട് ആളുകളെ ഒന്ന് ഈ ചൂടാക്കുന്നതിൽ നിന്ന് അല്പം ഒരു കാലതാമസം വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇതുവരെ നമ്മൾ ചെയ്യുന്നത് ഓരോ തലങ്ങളിലും പാർലമെന്റ് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെ UDFന്റെ കൺവെൻഷനുകൾ ചേർന്നു. അപ്പൊ ശശി തരൂരിന്റെ അത്തരത്തിലുള്ള 2 കൺവെൻഷനുകളിൽ ഞാൻ പങ്കെടുത്തത് നല്ല അഭൂതപൂർവമായിട്ടുള്ള ആൾക്കൂട്ടവും നല്ല ആവേശവും ഒക്കെ അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു തരത്തിലുള്ള പര്യടന പരിപാടികളൊക്കെ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു ഭവിക്കൽ എന്ന് പറയുന്നത് പൊതുവിൽ എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യത്തിലുണ്ട്. ഇപ്പൊ സ്ക്വാഡ് വർക്കുകളൊന്നും പല സ്ഥലങ്ങളിലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് കേരളത്തിലെ 20 സീറ്റുകളിലുമുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടാണ്, ഇന്നത്തെ ഈസ്റ്ററും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ആ കാര്യങ്ങളിലേക്കൊക്കെ പല സ്ഥലങ്ങളിലും കടക്കുകയുള്ളൂ. അപ്പൊ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഏതായാലും പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാവില്ല, പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള സീറ്റിൽ. 2 കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJPയെ ഒരു കാരണവശാലും മുന്നോട്ട് വരാൻ അനുവദിക്കുക ഇല്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനത്തോടു കൂടി തന്നെയാണ് തിരുവനന്തപുരം പോലുള്ള സീറ്റുകളിൽ, തൃശ്ശൂർ പോലുള്ള സീറ്റുകളിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയാണ് ഡോക്ടർ ശശി തരൂർ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴുതടച്ച രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണയും ശശി തരൂരിന് ഇത്തരം ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസ് സ്ലോ സ്റ്റാർട്ടർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും സജീവമാകണം, ഇത് പോരാ പ്രവർത്തനം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോ നിരന്തരമായുള്ള ഒരു പരാതിയാണോ ഇത്? അല്ല, ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കൂടുതൽ സജീവമാവണം, അല്ലെങ്കിൽ ഇത്രയും പോരാ ഇനിയും വേണം എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ചിന്താഗതി സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവുമല്ലോ. ആ സ്ലോ സ്റ്റാർട്ടർ ആണ് കോൺഗ്രസ് എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു സ്ഥിരം കാര്യം തന്നെയാണ്. അതിൽ പുതുമയില്ല. കാരണം കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ആദ്യം തന്നെ ഒരു ഫുൾ എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നില്ല. ഇവിടെയും തിരുവനന്തപുരത്തും അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്ലോ സ്റ്റാർട്ടർ ആയിട്ട് തന്നെയാണ് ഇത്തവണ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ഏതായാലും സ്ഥാനാർത്ഥി തന്നെ ഇത്തരത്തിലൊരു പരാതിയുമായി വന്ന സ്ഥിതിക്ക്, പരാതി എന്ന് പറഞ്ഞുകൂടെ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഒരു നീരസം പ്രകടിപ്പിച്ചതാണെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ കാര്യക്ഷമമായി അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകില്ലേ ഇനി? അല്ല, അത് പരാതി എന്നുള്ള നിലയിൽ ഞങ്ങളും കാണുന്നില്ല. സ്വാഭാവികമായിട്ട് ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആ നിലയിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ആശങ്ക ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ആ നിലയ്ക്ക് കൂടുതൽ പ്രവർത്തനം നടത്തണം, കൂടുതൽ സജീവമാണെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുത്തി ചോദിക്കുമ്പോൾ അതിലെ പ്രതികരണത്തിൽ നിന്ന് ഏതെങ്കിലും ചില വാക്കുകളോ അല്ലെങ്കിൽ ചില പരാമർശങ്ങളോ അടർത്തി മാറ്റുന്നതിലൊന്നും കാര്യമില്ല. ഏതായാലും ഇതൊരു സ്ഥിരം രീതി തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കും, അതിനുള്ള പ്രതിവിധി ഉണ്ടാവും. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റെവിടെയെങ്കിലോ പ്രവർത്തനം വളരെ മോശമാണെന്നോ അത് മറ്റു രീതിയിൽ മന്ദീഭവിച്ച് നിൽക്കുകയാണെന്നോ അങ്ങനെയുള്ള ഒരു സാഹചര്യം എവിടെയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ വി ടി ബൽറാം പ്രതികരിച്ചതിന്.